Hello, welcome back to my channel. പോളറോയിഡ് എഡിറ്റിങ്ങിൻ്റെയും പ്രിൻറ്റിങ്ങിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആട്ടോ ഇന്നത്തേത്. പോളറോയിഡ് എഡിറ്റിങ്ങിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഓൾറെഡി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്സ് ആയതുകൊണ്ട് നമുക്കതിൽ വളരെ ലഘുവായിട്ട് മാത്രമേ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം 1,00,000-ലധികം ആൾക്കാർ ആ ഒരു വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഒത്തിരി ഡൗട്ട്സും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊരു ഡീറ്റെയിൽഡ് ലോങ് വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ചത്. ഓക്കെ ഗൈസ്, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്ത് വെക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ മോർ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ, പോളറോയിഡ് എഡിറ്റ് ചെയ്യുന്നത് ക്യാൻവ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഇങ്ങനെയാണ് ക്യാൻവ ആപ്പിൻ്റെ ലോഗോ വരുന്നത്. ഫസ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുക. അതിന് മുകളിൽ തന്നെ സെർച്ച് ബാർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് A3 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അവിടെ കുറച്ച് പേജസ് ഓപ്പൺ ആവും. അതിലൊരു പേജ് സെലക്ട് ചെയ്യുക. അതിലുള്ള ലൈൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യാനായിട്ട് ആ കാണുന്ന ഡിസൈനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിലായിട്ട് ഒരു ട്രാഷ് ബിന്നിൻ്റെ ഓപ്ഷൻ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് റിമൂവ് ആവുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ള ലൈൻസും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ബ്ലാങ്ക് പേജ് നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു ബ്ലാങ്ക് പേജിലാണ് നമ്മൾ പോളറോയിഡ്സ് എഡിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമുക്ക് പേജിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിനായി താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ കളേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പോളറോയിഡ്സ് എഡിറ്റ് ചെയ്യേണ്ട പേജ് റെഡി ആയിട്ടുണ്ട്. അടുത്ത ടാസ്ക് പോളറോയിഡ് ഫ്രെയിം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി മുകളിൽ ഒരു സെർച്ച് ബാർ കാണാൻ കഴിയും. അതിൽ പോളറോയിഡ് ഫ്രെയിം എന്ന് സെർച്ച് ചെയ്യാം. അതിൽ ഗ്രാഫിക്സ്, മോക്കപ്പ് ഫ്രെയിംസ്, ഫോട്ടോസ്, 3D വീഡിയോസ് എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ഫ്രെയിം സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന സീ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറേ അധികം പോളറോയിഡ് ഫ്രെയിംസ് നമുക്കതിൽ കാണാൻ സാധിക്കും. നമുക്ക് ഈ കാണുന്ന ഒരു പോളറോയിഡ് സെലക്ട് ചെയ്യാം. പിന്നൊരു കാര്യം, നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന പോളറോയിഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5x7 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ ഈ പോളറോയിഡ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഡയറക്റ്റ് പേജിലോട്ട് അപ്ലോഡ് ആവുന്നതാണ്. എന്നിട്ട് നമുക്കിതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ അതിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ എവിടെയാണോ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ സൈസ് കുറയ്ക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എത്ര പോളറോയിഡ്സ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് പോളറോയിഡ് ഫ്രെയിം സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ബാക്ക് ഓപ്ഷനിലോട്ട് പോവേണ്ടതില്ല. ആ പോളറോയിഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഒരു പ്ലസ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. നേരത്തെ പ്ലേസ് ചെയ്തതിൻ്റെ അടുത്തായിട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 25 പോളറോയിഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് ഇതിലോട്ട് നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി താഴെ ഗാലറി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഗാലറി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഗാലറി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ഗാലറിയിലെ ഫോട്ടോസ് കാണാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ ഫോട്ടോസ് ആണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഫോട്ടോസ് ഡയറക്റ്റ് പേജിലോട്ട് അപ്ലോഡ് ആവുന്നതാണ്. അടുത്തതായി ഓരോ ഫോട്ടോസും അതത് പോളറോയിഡ്സിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാ ഫോട്ടോസും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി സേവ് ചെയ്യണം. അതിനായിട്ട് മുകളിൽ കാണുന്ന ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫോട്ടോസ് ഇങ്ങനെ സേവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത പോളറോയിഡ് ഇമേജ്. ഇതിന് ഡയറക്റ്റ് നമുക്ക് ഫോട്ടോസ് ആയിട്ടും പ്രിന്റ് ഷോപ്പിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. മോർ ബെറ്റർ ഡോക്യുമെന്റ് രൂപേണ അയച്ചു കൊടുക്കുന്നതാവും. അങ്ങനെയാണെങ്കിൽ ഫോട്ടോസിന് ക്ലാരിറ്റി ഉണ്ടാവും. ദെൻ പ്രിന്റിംഗ് എടുക്കുമ്പോൾ 220 GSM A3 ഷീറ്റിൽ വേണം പ്രിന്റ് എടുക്കാൻ. പ്രിന്റ് എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഓരോന്നും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് കസ്റ്റമറിനെ ഏൽപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഏകദേശം ഏറെക്കുറെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻസിൽ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.